ദിലീപേട്ടനെ സ്വാഗതം ചെയ്യാം. ഡയറക്ടർ ബിൻഡോ സ്റ്റീഫൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരുന്നതാണ്. ബിൻഡോ സ്റ്റീഫൻ സ്റ്റേജിലോട്ട് വരുന്നതാണ്. സാരിസ് മുഹമ്മദ്, അടുത്തതായി റാണിയ ലത, ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ്, ബബിൻ ബാബു, നമ്മുടെ സ്വന്തം പ്രിൻസ്. ഇനി രണ്ടു വാക്ക് നമ്മൾ സംസാരിക്കുന്നത്. തൃശ്ശൂരിലെ എന്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഒരുപാട് സന്തോഷം, നിങ്ങളുടെ സ്നേഹം. സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കാരണം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ശരിക്കും. പക്ഷേ ഈ ഞായറാഴ്ച ദിവസം ഫാമിലി അടക്കം തിയേറ്ററിൽ വന്ന് ഈ സിനിമയെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതിന് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ഇന്ന് കേരളക്കരയിൽ മാത്രമല്ല ഈ സിനിമ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും ഗംഭീര കളക്ഷൻ മുന്നേറുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കാത്ത, നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാത്ത അല്ലെങ്കിൽ റീൽ ചെയ്യാത്ത ഒരു ദിവസമില്ല നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. അതിലൂടെ വന്ന കഥാപാത്രങ്ങൾ, നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പരസ്യങ്ങളും നമ്മൾ ചെയ്യാതിരുന്നത് ചിലപ്പോ സംസാരത്തിനിടയിൽ ഇതിലെ എന്തെങ്കിലും കണ്ടന്റ് പുറത്തു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു കണ്ടന്റ് പുറത്തു പോയിരുന്നെങ്കിൽ എല്ലാവരും അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു കഥ മനസ്സിൽ കണ്ടിട്ടായിരിക്കും തിയേറ്ററിൽ വരിക. പക്ഷെ ഈ സിനിമ ആർക്കും ഒരു പ്രതീക്ഷയുമില്ലാതെ തിയേറ്ററിൽ വരികയും തിയേറ്ററിൽ വന്നപ്പോഴാണ് ഇതിലെ ഈ സിനിമ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന കഥാപാത്രങ്ങളാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഈ കഥാപാത്രങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത്. ഈ സിനിമയിലെ ആദ്യമായിട്ട് ഒരുപാട് നായികമാർ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം പിൽക്കാലത്ത് ഗംഭീര വലിയ വലിയ നായികമാരായി മാറിയിട്ടുണ്ട്. ഇന്ന് ഒരു പുതിയ തലമുറയിലെ ഒരു പുതിയ താരോദയം, മലയാള സിനിമയ്ക്ക് പുതിയ ഒരു നായിക
ക്ഷണിക്കുകയാണ്. റാണിയ റാണ. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും പടം ഇഷ്ടമായി നടന്നത്. പടം ഇഷ്ടമായില്ലേ? എന്തോ അപ്പൊ കാണാത്തവരോട് പറയണം, സപ്പോർട്ട് ചെയ്യണം. നല്ല പടമല്ലേ? ഇന്നത്തെ കാലത്ത് കാണേണ്ട പടമല്ലേ ഇത്? അപ്പൊ കാണാത്തവരോടൊക്കെ പോയി പറയണം നല്ല പടമാണെന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം ജെസ്സി മമ്മീനെ അറിയാലോ. ജെസ്സി മമ്മീനെ രണ്ടു വാക്ക് സംസാരിക്കുകയാണ്. ജെസ്സി മമ്മീനെ അങ്ങനെയൊന്നും മറന്നു. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെല്ലാവരും കാണുമ്പോൾ. എൻ്റെ നാട്ടുകാരുടെ സന്തോഷവും ആഹ്ലാദമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ജെസ്സി മമ്മി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ജെസ്സി മമ്മി ഇവിടുന്ന് ഒരു വിവാഹാലോചന പിന്നെ മലയാള സിനിമയില് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന നിമിഷം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 31 വർഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ 100ാമത്തെ സിനിമയിൽ എൻ്റെ അച്ഛനായിരുന്നു. 150ാമത്തെ സിനിമയിൽ അതുപോലെ നിങ്ങൾ കണ്ടു വെറൈറ്റിയുടെ അപ്പനെ കിട്ടിയതാണ് കോടതി സംശയം ബാലമന്ത്രി. അദ്ദേഹം നമുക്ക് മലയാള സിനിമയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് വേഷങ്ങളെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സിദ്ദിഖ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഞങ്ങളുടെ ഈ സിനിമയെ, ഈ കൊച്ചു സിനിമയെ വലിയ സിനിമയാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ എൻ്റെ ടീമിൻ്റെ മുമ്പൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ മാത്രം വന്നാൽ മതി. ഇപ്പം അതുപോലെ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നിങ്ങളുടെ മുമ്പിൽ കൂടെ വരണം. കാരണം നിങ്ങളുടെ സ്നേഹം ഏറ്റുവാണ്. ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ദിലീപും റാണിയൊക്കെ എല്ലാവരും കൂടെ ഒരുപാട് തിയേറ്ററുകളിൽ പോയി ഒരുപാട് ആളുകളുടെ സന്തോഷം നേരിട്ട് വാങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയേറ്റർ വിസിറ്റ് വരുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാം സ്നേഹം നേരിട്ട് ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു സിനിമ കാണാൻ വേണ്ടി 2.5 മണിക്കൂറോളം ആ തിയേറ്ററിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. നമ്മൾ അത്രയും ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും വീട്ടിൽ പോകാതെ ഇത്രയും സമയം മെനക്കെട്ട് ഇവിടെ നിന്ന് ഞാൻ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിനിമ വലിയ വിജയമാക്കി എല്ലാവരോടും കൂടി പറയുന്നു. സിനിമ കാണാത്തവർ ഉടനെ വീണ്ടും വന്ന് ഈ സിനിമ കാണണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.